Dear students, in this lecture I will discuss about the field of sound waves and the thermodynamics associated with it. ഈ ഒരു ലെക്ചറിൽ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡിൻ്റെ വേരിയസ് മോഡൽസ് എങ്ങനെയാണ് സ്പെസിഫിക് ഹീറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലാസിക്കലി നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റിന് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ഉള്ളത് റെസ്പെക്റ്റീവ് ഓഫ് ദ മെറ്റീരിയൽ. അതിന് 3R എന്നുള്ള ഒരു വാല്യൂ ആണത്, വേർ R ഇസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പം എല്ലാ ടെമ്പറേച്ചറിലും ഒരേ സ്പെസിഫിക് ഹീറ്റ് ആണുള്ളത് ക്ലാസിക്കലി. ഓക്കെ, ആൻഡ് ദിസ് വാല്യൂ ഈസ് 3R. അതിന് നമ്മൾ ഡുലോങ് പെറ്റിറ്റ്സ് ലോ എന്ന് പറയും. അപ്പോൾ ഇവിടെ പക്ഷേ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ സോളിഡ്സിൻ്റെ സ്പെസിഫിക് ഹീറ്റിന് ടെമ്പറേച്ചർ അനുസരിച്ച് മാറുന്നുണ്ട്. ടെമ്പറേച്ചർ വളരെ ചെറിയ ടെമ്പറേച്ചർ, അത് T³ ലോ, അതായത് ക്യൂബ് ഓഫ് ദ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അതുപോലെ തന്നെ വെരി ഹൈ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത്, അതായത് ഇൻ ദ ക്ലാസിക്കൽ ലിമിറ്റിൽ അതിൻ്റെ വാല്യൂ 3R ആണ്. ഓക്കെ, അപ്പോൾ അത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മോഡൽസ് ഉണ്ട്. ഒന്ന് ഐൻസ്റ്റീൻ മോഡലുണ്ട്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി എക്സ്പെരിമെൻ്റൽ വാല്യൂസ് ആയിട്ട് മാച്ചിങ് ആയിട്ട് വരുന്നത് ഡിബൈസ് മോഡലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിഫറെൻറ്റ് മോഡൽസിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് സ്റ്റഡി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഐ ടേക്ക് ദിസ് പ്രോബ്ലം ആസ് എ വൈബ്രേഷണൽ മോഡ്സ് ഓഫ് ദ സോളിഡ്. ഓക്കെ, ഈ പ്രോബ്ലത്തിന് രണ്ട് തരത്തിൽ കൺസിഡർ ചെയ്യാം. ഒന്ന് സിസ്റ്റം ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് എടുക്കാം, അതായത് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് സോളിഡ് പഠിക്കുന്ന സമയത്ത് അതിനെ സിസ്റ്റം ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് an enclosed region containing a gas of sound quanta, okay, called phonons. ഫൊനോൺസ് ഒരു ക്യാവിറ്റിയിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന പോലെയും നമുക്കിത് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഓൾ ടുഗെദർ നോക്കുകയാണെങ്കിൽ നമുക്ക് n ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് പൊസിഷൻസ് x1, x2, x3 എക്സെട്ര അപ് ടു 3n ഇൻ 3 dimension. ഓക്കെ, n ആറ്റംസ് ഉണ്ട്, ദേ ആർ ഇൻ 3 dimension. ഓക്കെ, ആൻഡ് ദ കോർഡിനേറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ x1, x2, x3 എക്സെട്ര അപ് ടു x3n. ഓക്കെ, നൗ in the equilibrium or in the minimum energy state, atoms in the equilibrium position are represented by x1 bar, x2 bar, x3 bar, etc. up to x3n bar. Okay, and vibrate ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ xi മൈനസ് xi ബാർ ആണ്. അതിനെ psi i എന്നുള്ള ഒരു വേരിയബിൾ കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം, വേർ i runs from 1 to 3n. ഓക്കെ, നൗ ഇങ്ങനെയൊരു സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ എഴുതണമെങ്കിൽ വി നീഡ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ആസ് വെൽ ആസ് ദ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും കൈനറ്റിക് എനർജി സമ്മപ്പ് ചെയ്യുക. സോ ഹാഫ് mi എന്ന് ഇടുന്നില്ല, എല്ലാ ആറ്റത്തിൻ്റെയും മാസ് സെയിം ആണെന്ന് എടുക്കുന്നു. സോ ഹാഫ് m i runs from 1 to 3n xi dot square. ഓക്കെ, xi dot square എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെയിം ആസ് psi i ഡോട്ട് സ്ക്വയർ, അതായത് xi മൈനസ് xi ബാർ ആണ് psi i എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡോട്ട് എടുക്കുകയാണെങ്കിൽ xi ഡോട്ട് എടുക്കുക, ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇത് 0 ആവും, ദാറ്റ് ഈസ് ഈക്വൽ ടു psi i ഡോട്ട്. അപ്പോൾ xi ഡോട്ട് സ്ക്വയറിന് നമുക്ക് psi i ഡോട്ട് സ്ക്വയർ എന്ന് എഴുതാം. ഇനി പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി അറ്റ് xi എന്നുള്ള പൊസിഷനിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് xi ആറ്റത്തിൻ്റെ. ഓക്കെ, ഇവിടെ i ക്യാൻ ബി എനിത്തിങ് ബിറ്റ്വീൻ 1 to 3n. അതിന് നമുക്കൊരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത സീരീസാണിത്. ഫസ്റ്റ് ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇക്ലിബ്രിയം പൊസിഷനിലുള്ള അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ദാറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് അല്ല, മിനിമം എനർജി സ്റ്റേറ്റിൽ ഉള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ടേമിന് നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതാം, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 50 എന്നുള്ളത്. സെക്കൻഡ് ടേമിന് ദിസ് വിൽ ബി 0, കാരണം എന്താ വെച്ചാൽ പൊട്ടൻഷ്യൽ ഹാസ് എ മിനിമം അറ്റ് xi ഈക്വൽ ടു xi ബാർ. ഇക്വിലിബ്രിയം പൊസിഷനിൽ പൊട്ടൻഷ്യൽ മിനിമമാണ്. മിനിമം എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇത് 0 ആയിരിക്കണം. അപ്പോൾ ഈ ടേം പോയി. ഇനി സെക്കൻഡ് ഓർഡർ ടേമാണിത്, ആ ടേമിന് നമ്മളതുപോലെ കീപ്പ് ചെയ്യുന്നു. ഹയർ ഓർഡർ ടേംസ് നെഗ്ലെക്റ്റ് ചെയ്യുന്നു. ഈ സെക്കൻഡ് ഓർഡർ ടേംസ് എന്ന് പറയുന്നത് ഹാർമോണിക് കമ്പോണൻസ് ഓഫ് വൈബ്രേഷൻസ് ആണ്. ഓക്കെ,
അപ്പോൾ ഇത്രയും ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്റ്റ് ചെയ്തു, ബാക്കിയുള്ള ടേംസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഹാമിൽട്ടോണിയൻ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഹാമിൽട്ടോണിയൻ എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. ഇപ്പോൾ ഇത് കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ പാർട്ടിൽ ഒരു 5 എന്നുള്ള പാർട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ഓർഡർ ഹാർമോണിക് കമ്പോണൻസും ഉണ്ട്. അപ്പോൾ ആൽഫ ഐ ജെ എന്നുള്ളത് ഈ ഒരു ഇവിടെ ഒരു 1/2 ഉണ്ട്, അത് ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ദർ ഇസ് എ 1/2 ഹിയർ ബിക്കോസ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ 2 ഫാക്ടോറിയൽ ഉണ്ടാവും, ആ 2 ആണ് ഇത്. അപ്പോൾ ആൽഫ ഐ ജെ എന്ന് പറഞ്ഞാൽ ഈ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അറ്റ് all these coefficients are evaluated at x equilibrium position, xi equal to xi bar എന്നുള്ള പൊസിഷനിലാണ്. ഓക്കെ, അപ്പോൾ ഹാമിൽട്ടോണിയൻ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഹാമിൽട്ടോണിൻ്റെ ഒരു ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഹാമിൽട്ടോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ക്രോസ് ടേംസ് ഉണ്ട്. ക്രോസ് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്കും ജെയ്ക്കും ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എനർജി ഐഗൻ വാല്യൂസ് എഴുതാൻ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ദേ ആർ കപ്പിൾഡ് ഇക്വേഷൻസ് ആണ്. ഓക്കെ, അതിനെ ഡീകപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ ഡു എ നോർമൽ മോഡ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം കോർഡിനേറ്റ് സൈ ഐ ടു ക്യു ഐ, അതായത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിയുമ്പോൾ ക്രോസ് ടേംസ് വരാത്ത രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷന് സൈ ഐ ഡോട്ട് സ്ക്വയർ എന്നുള്ളത് മാറ്റിയിട്ട് ക്യു ഐ ഡോട്ട് സ്ക്വയർ ആക്കി. ഇവിടെ ആൽഫ ഐ ജെ എന്ന് പറയുമ്പോൾ ക്രോസ് ടേംസ് ഉണ്ട്, അതിന് പകരം ഒമേഗ ഐ സ്ക്വയർ ക്യു ഐ സ്ക്വയർ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതൊരു നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സെക്കൻഡ് ടേം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഡീകപ്പിൾഡ് ഓസിലേറ്റേഴ്സാണ്. ഓക്കെ, ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓസിലേറ്റേഴ്സാണ് അല്ലേ. നമുക്കറിയാം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p²/2m എന്നുള്ള ഫോമിലാണ്, ഇത് ഹാഫ് m⍵² x² എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഓരോ ഐക്കും ഇതൊരു ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് ഒമേഗ ഐ ഈസ് കോൾഡ് ആസ് ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ഓഫ് ദ നോർമൽ മോഡ്സ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കലി ഈച്ച് ഓഫ് ദ 3n നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ കറസ്പോണ്ടിങ് ടു എ വേവ് ഡിസ്റ്റോർഷൻ ഓഫ് ദ ലാറ്റിസ്. ലാറ്റിസിൻ്റെ ഡിസ്റ്റോർഷൻസ് ആണ് ഓരോ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷനും സൂചിപ്പിക്കുന്നത്. That is sound wave. Okay, quantum mechanically this mode gave rise to quanta called phonons. അപ്പോൾ സൗണ്ട് വേവ്സിനെ ക്വാണ്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്കലി നമുക്ക് കിട്ടുന്നത് ഫൊനോൺസ് എന്നുള്ള പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, പക്ഷേ ദർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ്. ക്ലാസിക്കലി ഈ നോർമൽ മോഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഉണ്ടാവും, പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി ഫൊനോൺസിൻ്റെ എണ്ണം ദേ ആർ റെസ്ട്രിക്റ്റഡ് ബൈ ദി നമ്പർ ഓഫ് ലാറ്റിസ് സൈറ്റ്സ്. എത്ര ലാറ്റിസ് സൈറ്റ് ഉണ്ടോ എന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഫൊനോൺ മോഡ്സ് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഐഗൻ വാല്യൂസ് എഴുതാൻ വളരെ എളുപ്പമാണ്. ഇതൊരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലാണ്. ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഐഗൻ വാല്യൂ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഐഗൻ വാല്യൂസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് 50 കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ, പിന്നെ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഐഗൻ വാല്യൂ ni പ്ലസ് ഹാഫ് h×ωi. ഇത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ni റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്വാണ്ടം നമ്പറാണ്. ഐക്ക് 0, niക്ക് 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കാവുന്നതാണ്. ഓക്കെ, നൗ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എല്ലാ ഓസിലേറ്ററിൻ്റെയും എനർജി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യലാണ്, അത് അവിടെ ഉണ്ട്. സം ഓവർ ഓൾ ഇത് 0 പോയിൻ്റ് എനർജി എല്ലാ ഓസിലേറ്ററും സം ചെയ്യുമ്പോൾ ½ h×ωi 0 പോയിൻ്റ് എനർജി ആഡ് ചെയ്തു. ഇനി ഓസിലേറ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനർജി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു. നമ്മളത് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനാണ്. അതിൻ്റെ എക്സ്പ്രഷനിൽ നമുക്ക് കിട്ടുന്നത് h×ωi ബൈ e⁻⁻⁰ അത് n ഇൻഡിപെൻഡൻറ്റ് ഓസിലേറ്റേഴ്സ് ആണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓസിലേറ്റേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനർജി നമുക്കിത് കനോണിക്കൽ ഫോർമലിസം ഉപയോഗിച്ചിട്ട് കനോണിക്കൽ എൻസെമ്പിൾ ഫോർമലിസം വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സമ്മേഷൻ ഓവർ e⁻β എപ്സിലോൺ i ഡിവൈഡഡ് ബൈ എപ്സിലോൺ i ഡിവൈഡഡ് ബൈ e⁻β എപ്സിലോൺ i എന്നുള്ളത് ചെയ്യണം. സോ ദിസ് വിൽ ഗിവ് യു ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എനർജി. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ബീറ്റ എന്ന് പറഞ്ഞാൽ 1/KT ആണ്. എപ്സിലോൺ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷനാണ്. ഓക്കെ, അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ടേംസാണ് കിട്ടുക. ഓക്കെ, അതിൻ്റെ കൂടെ ഇവിടെയുള്ളൊരു കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ അറ്റ് ലോവസ്റ്റ് എനർജിയിൽ 50 എന്നുള്ള എനർജിയാണ്. അബ്സല്യൂട്ട് സീറോയിൽ നമുക്ക് ഈ ഓസിലേറ്ററിൻ്റെ എനർജി ഉണ്ടാവില്ല. അബ്സല്യൂട്ട് സീറോയിൽ ഈ കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് പറയുന്ന പേരാണ് ബൈൻഡിങ് എനർജി ഓഫ് ദ ലാറ്റീസ്. ഓക്കെ, അപ്പോൾ എബവ് ദ എനർജി എബവ് 50 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് ദ ലാറ്റീസ്. ലാറ്റീസിൻ്റെ വൈബ്രേഷൻ കൊണ്ടാണ് ഈ 50 എബവ് ഉള്ള എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് ഇൻറ്റേർണൽ എനർജി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ഇൻറ്റേർണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. അപ്പോൾ ഇതിനെ ജസ്റ്റ് ടെമ്പറേച്ചർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ 2 ടേമിൽ ടെമ്പറേച്ചർ വേരിയബിൾ ഇല്ല, അതുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് 0 ആവും. ഇവിടെയാണ് നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് വരുന്നത്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് കെ ഇസ് എ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്, പിന്നെ ഈ ഒരു ടേം വരും. അപ്പോൾ ഇങ്ങനെയാണ് സ്പെസിഫിക് ഹീറ്റിൻ്റെ എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇനി ഇവിടുന്ന് ഫർദറായിട്ട് നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ ദി ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് ദ സോളിഡ്. ആ സോളിഡിലുള്ള ഫ്രീക്വൻസി, ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ആയിട്ടുള്ള ഒമേഗ ഐ എന്നുള്ളത് ഏതൊക്കെ തരത്തിൽ വരാം, അതിൻ്റെ സ്പെക്ട്രം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് സമ്മ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം അതിനനുസരിച്ച് അതെടുക്കുന്നതിനനുസരിച്ച് 2 മോഡൽസ് ഉണ്ട്. ഒന്ന് ഐൻസ്റ്റീൻ മോഡലുണ്ട്, പിന്നെ അതൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഡിബൈസ് മോഡൽ ഓഫ് സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ ഐൻസ്റ്റീൻ എടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള അസംഷനാണ്. ഐൻസ്റ്റീൻ പറഞ്ഞത് എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസീസും ഈക്വൽ ആണെന്നെടുത്തു. അതായത് ഒമേഗ ഐ ഈക്വൽ ടു ഒമേഗ ഐ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ആണെന്നെടുത്തു. ഫോർ ഓൾ ഐ റൺസ് ഫ്രം 1 to എക്സെട്ര അപ് ടു 3n വരെയുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസീസും ഒമേഗ ഇ എന്നാണ്. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്, ഇതിന് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാറുന്നില്ല. ഈ എല്ലാ ഐയും സെയിം ആണ്. അപ്പോൾ ഈ ടേം മൊത്തം സമ്മേഷൻ്റെ പുറത്തെടുക്കുക. അപ്പോൾ സമ്മേഷൻ ഐ 1 എന്ന് വരുള്ളൂ. ഐ റൺസ് ഫ്രം 1 to 3n. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ടേം പുറത്തേക്ക് വന്നു, കെയും പുറത്തുണ്ട്, സമ്മേഷൻ ബാക്കിയുള്ള സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, സമ്മേഷൻ ഇവിടെ സമ്മേഷൻ ഐ ഉണ്ട് 1 to 3n. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഐ 1 ആകുമ്പോൾ 1 ആണ്, 2 ആകുമ്പോൾ 1 ആണ്, 3 ആകുമ്പോൾ 1 ആണ്, 3n ആകുമ്പോൾ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3n ആണ്. ഓക്കെ, അങ്ങനെ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടേം അതുപോലെ എഴുതി ഒമേഗ ഐക്ക് പകരം ഒമേഗ ഇ കൊടുത്തു, സമ്മേഷൻ ഓവർ 1 കൊടുത്തു കഴിഞ്ഞാൽ 3nk എന്ന് വരും. ഓക്കെ, അപ്പം ഐൻസ്റ്റീൻ മോഡൽ വെച്ചിട്ട് കിട്ടിയിരിക്കുന്ന സ്പെസിഫിക് ഹീറ്റിൻ്റെ എക്സ്പ്രഷനാണിത്. അതിന് നമുക്കൊന്നും കൂടി കോമ്പാക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് h ക്രോസ് ഒമേഗ ഇ കെ ടി എന്നുള്ളതിന് എക്സ് എന്ന് കൊടുത്തു. അതിൽ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഇ ബൈ ടി എന്ന് കൊടുത്തു. ഈ ഇത്രയും ടേമിനെ തീറ്റ ഇ എന്ന് കൊടുത്തു. ഐൻസ്റ്റീൻ ടെമ്പറേച്ചർ ഓക്കെ ബൈ ടി എന്ന് കൊടുത്തു. ഓക്കെ, നൗ ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ഇതിന് നമുക്ക് തീറ്റ ഇ ബൈ ടി എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. ഇത് എക്സ് സ്ക്വയർ ആണ്, ഇത് ഇ റേസ് ടു എക്സ് ആണ്, ഇ റേസ് ടു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്, ഇത് 3nk ആണ്. ഓക്കെ, അപ്പോൾ സി വി ഈക്വൽ ടു 3nk. ഇതിനെ നമ്മൾ ഐൻസ്റ്റീൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഐൻസ്റ്റീൻ ഫംഗ്ഷൻ എന്ന് കൊടുത്തു. ഓക്കെ, നൗ നമ്മളിപ്പോൾ നോക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്പെസിഫിക് ഹീറ്റിൻ്റെ എക്സ്പ്രഷന് സി വി ടി ഈക്വൽ 3nk ഇ എക്സ് എന്ന് കിട്ടി. അപ്പോൾ അതിന് വേരിയസ് ലിമിറ്റിൽ, ക്ലാസിക്കൽ ലിമിറ്റിൽ അതിൻ്റെ വാല്യൂ എത്രയാണ്, അതുപോലെ തന്നെ വെരി ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ സമയത്ത് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2 കേസ് എടുത്തു. വെൻ ടെമ്പറേച്ചർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ ഐൻസ്റ്റീൻ ടെമ്പറേച്ചർ, അപ്പോൾ ടി ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ തീറ്റ ഇ എന്ന് പറയുമ്പോൾ ടി വെരി മച്ച് ഗ്രേറ്റർ ദാൻ തീറ്റ ഇ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ വളരെ ചെറുതാണ്, 1നേക്കാട്ട് വളരെ ചെറുതാണ്. അപ്പോൾ ഐൻസ്റ്റീൻ ഫംഗ്ഷൻ എന്ത് സംഭവിക്കും നോക്കാം. എക്സ് സ്ക്വയർ അതുപോലെ എഴുതി. ഇ റേസ് ടു എക്സിന് നമുക്ക് ടൈലർ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കാം. 1 + x / 1 ഫാക്ടോറിയൽ + x² / 2 ഫാക്ടോറിയൽ നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്റ്റ് ചെയ്തുകയാണെങ്കിൽ 1 + x എന്ന് എഴുതാം. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ 1 + x - 1 എന്ന് കൊടുത്തു. -1ഉം +1ഉം പോയി, ഒരു എക്സ് വരുന്നു, എക്സ് സ്ക്വയർ ഉണ്ട്, ഈ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി, 1 + x എന്ന് വന്നു.
എക്സ് വളരെ ചെറുതായതുകൊണ്ട് ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1 ആണ്. അപ്പോൾ സി വി ടി എന്ന് പറയുന്നത് 1 ആകുമ്പോൾ 3nk എന്ന് വരും, അതും 3r. സോ ദിസ് ഈസ് ഡ്യുലോങ് പെറ്റിറ്റ് ലോ. അത് ക്ലാസിക്കൽ റിസൾട്ടാണ്. ഇപ്പോൾ ക്ലാസിക്കലി നമുക്ക് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് പെർ ഡിഗ്രി ഓഫ് ഫ്രീഡം ഹാഫ് KT ഉണ്ട് ഇക്വിപാർട്ടീഷൻ തിയറി പ്രകാരം. ഒരു ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി ആവറേജ് എനർജി എന്ന് പറഞ്ഞാൽ KT എന്നാണ് വരുന്നത്. അപ്പോൾ 3n ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എനർജി 3nKT എന്ന് വരും. അപ്പോൾ അവിടെ സോ ദിസ് ഈസ് ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ഹാർമോണിക് ഓസിലേറ്റർ. അവിടെ CV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ du/dt ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3nk എന്ന് വരും, ദാറ്റ് ഈസ് 3r. അപ്പോൾ ഏത് സോളിഡ് ആണെങ്കിലും ഏത് കേസിലാണെങ്കിലും സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ് എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ് 3r അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വെരി ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ലിമിറ്റിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ 3r ആണ്. ഇനി വളരെ ലോ ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും നോക്കുക. അതായത് T വെരി മച്ച് ലെസ് ദാൻ തീറ്റായി, ഐൻസ്റ്റൈൻ ടെമ്പറേച്ചറിനേക്കാളും വളരെ കുറവാണെന്ന് വയ്ക്കുക. T വെരി മച്ച് ലെസ് എന്ന് പറയുമ്പോൾ X വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ X വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ e⁻x അതുപോലെ നിർത്തി x² നിർത്തി e⁻x-1 എന്ന് പറയുമ്പോൾ ഈ -1-നൊക്കെ നമുക്ക് കളയാം. കമ്പയർ ടു X വളരെ കൂടുതലായതുകൊണ്ട് എക്സ്പൊണൻഷ്യൽ ഓഫ് എക്സിനെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ 1 വളരെ ചെറുതാണ്. അപ്പോൾ ഇത് കളയാം. അപ്പോൾ e⁻x² എന്നെടുത്തു. ഒരു e⁻x-ഉം ഒരു e⁻x-ഉം കട്ട് ചെയ്തു, മറ്റത് മേലോട്ട് വന്നു. ഇനി ഇവിടെ ടെമ്പറേച്ചർ വളരെ കൂടുന്ന സമയത്ത് X എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ e⁻−x എന്ന് പറയുമ്പോൾ എക്സ്പൊണൻഷ്യലി ഡീക്കേ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ e⁻−x ഓഫ് എ ബിഗ് നമ്പർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് 10⁻0 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഐൻസ്റ്റൈൻ ഫംഗ്ഷൻ 10⁻0 ആകുമ്പോൾ സ്പെസിഫിക് ഹീറ്റും 10⁻0 എന്ന് പറയാം. അതുകൊണ്ടാണ് ഐൻസ്റ്റൈൻ സ്പെസിഫിക് ഹീറ്റിൻ്റെ ഫോമിൽ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചർ വളരെ കുറയുന്ന സമയത്ത് CV സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുമ്പോൾ T0ലേക്ക് അപ്രോച്ച് ചെയ്യാണ്. ടെമ്പറേച്ചർ വളരെ കൂടുന്ന സമയത്ത് 3r എന്നുള്ള അതിലേക്ക് അപ്രോച്ച് ചെയ്യും, ക്ലാസിക്കൽ റിസൾട്ടിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. പക്ഷേ ഈ മോഡലിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. അതായത് എല്ലാ ഫ്രീക്വൻസീസും സെയിം ആയിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി അത് കറക്റ്റ് അല്ല. അതിൻ്റെ റിഫ്ലക്ഷൻസ് ആണ് ഇവിടെ കാണുന്നത്. അതായത് എക്സ്പെരിമെൻ്റൽ ഡാറ്റ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. T³ ലോ ഒബേ ചെയ്യുന്നില്ല. അറ്റ് വെരി ലോ ടെമ്പറേച്ചറിൽ T³ ലോ ഒബേ ചെയ്യുന്നില്ല ഐൻസ്റ്റൈൻ മോഡൽ. അപ്പോൾ അതിനൊരു മോഡിഫിക്കേഷൻ ആവശ്യമാണെന്ന് വന്നു. അതാണ് ഡിബൈ മോഡലിൽ നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.